എറണാകുളത്ത് സ്വകാര്യ ബാങ്കിന്റെ പേരിൽ വ്യാജ NOC തയ്യാറാക്കി വാഹനങ്ങൾ മറിച്ചുവിറ്റ് 2.5 കോടി രൂപ തട്ടിയ പ്രതി പിടിയിൽ. ബാങ്കിന്റെ കൊച്ചി പാലാരിവട്ടം ബ്രാഞ്ചിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി നോക്കിയിരുന്ന സൗജി മാത്യു ആണ് പോലീസിന്റെ പിടിയിലായത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയ വാഹന ഉടമകളെ കണ്ടെത്തി വാഹനം CC ചെയ്യുകയാണെന്ന് അറിയിച്ചായിരുന്നു ഇയാളുടെ തട്ടിപ്പ്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കാർ വാങ്ങിയ ശേഷം തിരിച്ചടവ് മുടങ്ങിയവരെയാണ് സൗജി മാത്യു കബളിപ്പിച്ചത്. തട്ടിയെടുത്ത വാഹനങ്ങളുടെ വ്യാജ NOC RT ഓഫീസിൽ നൽകി ഈ വാഹനങ്ങൾ പുതിയ ഉടമകൾക്ക് രജിസ്റ്റർ ചെയ്തു നൽകി. ബാങ്കിന്റെ ഹോളോഗ്രാം പതിച്ച അസലിനെ വെല്ലുന്ന NOCയാണ് പ്രതി തയ്യാറാക്കിയത്. ബാങ്കിൽ വായ്പാ കുടിശ്ശിക വരുത്തിയ 56 വാഹനങ്ങളുടെ വ്യാജ NOC ഇയാൾ തയ്യാറാക്കി സൂക്ഷിച്ചിരുന്നതായും കണ്ടെത്തി. ഈ വാഹനങ്ങളും മറിച്ചു വിൽക്കാനുള്ള ശ്രമത്തിലായിരുന്നു. വായ്പാ തിരിച്ചടവ് മുടങ്ങിയ വാഹന ഉടമകളെ നേരിട്ട് കണ്ട ശേഷം വാഹനം CC ചെയ്യുകയാണെന്ന് അറിയിക്കുന്നതാണ് രീതി. തുടർന്ന് അടച്ച തുക പ്രതി കയ്യിൽ നിന്നെടുത്തു നൽകും. ശേഷം വാഹനം വൻതുകക്ക് മറിച്ചു വിൽക്കും. നിസ്സാര തുക ബാങ്കിലടച്ച് കുടിശ്ശിക തീർക്കുന്നുണ്ടെന്ന് വരുത്തുന്നതിനാൽ ബാങ്കിനും സംശയം തോന്നിയിരുന്നില്ല. ഇടുക്കി ഉടുമ്പൻചോല സ്വദേശിയായ ഇയാൾ മുംബൈയിലാണ് താമസം. മുംബൈയിലെ കല്യാണിൽ നിന്നാണ് പ്രതിയെ കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തത്. സൗജി മാത്യു വാടകയ്ക്ക് താമസിച്ചിരുന്ന കളമശ്ശേരിയിലെ വീട്ടിൽ നിന്നും വ്യാജ NOCകൾ, ഹോളോഗ്രാം എന്നിവയും ഉപകരണങ്ങളും കണ്ടെടുത്തു. 2007 മുംബൈയിൽ വ്യാജ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയ കേസിലും ഇയാൾ പ്രതിയായിട്ടുണ്ട്. കൊച്ചി പോലീസ് കേസെടുത്തതറിഞ്ഞ ഇയാൾ മാസങ്ങളായി ഒളിവിലായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, കൊച്ചി.